രാജ്യത്തെ കറൻസി നോട്ടുകൾ പുതിയ മാറ്റം കൊണ്ടുവരാൻ റിസർവ് ബാങ്ക് പേപ്പർ കറൻസികൾക്ക് പകരം പോളിമർ കറൻസികൾ പ്രിന്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചനയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. നോട്ടുകളുടെ ആവശ്യകതയിൽ ഉണ്ടായ വർധനവ് നികത്തുന്നതിനായാണ് പുതിയ സംവിധാനം. രാജ്യത്തെ കറൻസി നോട്ടുകളിൽ പുതിയ മാറ്റം കൊണ്ടുവരാൻ റിസർവ് ബാങ്ക് ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. നിലവിലെ പേപ്പർ കറൻസികൾക്ക് പകരം പോളിമർ കറൻസികൾ പ്രിന്റ് ചെയ്യുന്നതിനെക്കുറിച്ചാണ് RBI ആലോചിക്കുന്നത്. കറൻസി നോട്ടുകളുടെ ആവശ്യകതയിലുണ്ടായ വർധനവ് മറികടക്കുന്നതിനാണ് പോളിമർ നോട്ടുകൾ പരീക്ഷിക്കാൻ RBI ഒരുങ്ങുന്നത്. പട്നയിലും മുംബൈയിലുമായി നടന്ന RBIയുടെ 2 ബോർഡ് മീറ്റിംഗുകളിലും ഇക്കാര്യം ചർച്ചയായെന്നാണ് റിപ്പോർട്ടുകൾ. കുറഞ്ഞ ഉൽപാദന ചിലവ്, കറൻസികളുടെ ഉയർന്ന ഷെൽഫ് ലൈഫ് എന്നിവ കണക്കിലെടുത്താണ് പുതിയ പദ്ധതി. പോളിമർ നോട്ടുകൾ ഉൾപ്പെടുത്തിയുള്ള ഒരു പൈലറ്റ് പദ്ധതി RBI ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് സൂചനകൾ. പോളിമർ നോട്ടുകൾ ലഭിക്കുന്നതിനായി ATMകളെയും പ്രാപ്തമാക്കും. വലിയ ചിലവാണ് പേപ്പർ നോട്ടുകൾ അച്ചടിക്കാനുള്ളത്. പേപ്പർ കറൻസി നോട്ടുകൾ അച്ചടിക്കുന്നതിനായി 2024-25 സാമ്പത്തിക വർഷത്തിൽ മാത്രം 6372.8 കോടി രൂപയാണ് ചെലവഴിച്ചത്. 5101.4 കോടി രൂപയായിരുന്നു മുൻവർഷത്തെ ചെലവ്. നോട്ടുകൾ അച്ചടിക്കുന്നതിനുള്ള ഇന്റന്റിലെ വർധനവ് മൂലമാണ് ചെലവ് വർദ്ധിച്ചത്. നോട്ടുകളുടെ കാലയളവും ഈ തീരുമാനമെടുക്കുന്നതിന്റെ പ്രധാന കാരണമാണ്. 2025 സാമ്പത്തിക വർഷത്തിൽ 23.8 ബില്യൺ മുഷിഞ്ഞ നോട്ടുകളാണ് RBI പിൻവലിച്ചത്. മുഷിഞ്ഞ മിക്ക നോട്ടുകളും 500 രൂപയുടേതായിരുന്നു. 100 രൂപയുടെ നോട്ടുകളും ഉണ്ടായിരുന്നു. മുഷിഞ്ഞ നോട്ടുകളുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഓരോ വർഷവും ഉണ്ടാകുന്നത്. മാത്രമല്ല, ഡിജിറ്റൽ പേയ്മെന്റുകളിൽ വലിയ വളർച്ചയുണ്ടായിരുന്നിട്ടും ആളുകൾ കറൻസിയും ഉപയോഗിക്കുന്നുണ്ടെന്ന് RBI കണ്ടെത്തിയിരുന്നു. മുൻ വർഷത്തിനേക്കാൾ വലിയ വർധനവാണ് പ്രചാരത്തിലുള്ള നോട്ടുകളിൽ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി 10-20 രൂപ ബാങ്ക് നോട്ടുകൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. അതേസമയം ഇതാദ്യമായല്ല പോളിമർ നോട്ടുകൾ പുറത്തിറക്കാനുള്ള ആലോചനകൾ ഉണ്ടാകുന്നത്. 2012 UPA സർക്കാർ ഇക്കാര്യം ആലോചിച്ചിരുന്നു. 5 നഗരങ്ങളിൽ ട്രയൽ അടിസ്ഥാനത്തിൽ 10 രൂപയുടെ 1 ബില്യൺ പോളിമർ നോട്ടുകൾ പുറത്തിറക്കാനാണ് തീരുമാനിച്ചിരുന്നത്. ഷെൽഫ് ലൈഫ് വർദ്ധിപ്പിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. എന്നാൽ സാങ്കേതിക കാരണങ്ങളാലാണ് പദ്ധതി ഉപേക്ഷിക്കപ്പെട്ടത്. ലോകത്തെ ഏകദേശം 60 രാജ്യങ്ങളിൽ നിലവിൽ പോളിമർ കറൻസികൾ ഉപയോഗിക്കുന്നുണ്ട്. പോളിമർ കറൻസികളിലേക്ക് പല രാജ്യങ്ങളും മാറുമെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.